യേശുവരാണ് യേശുവിന് യേശുസ്തി യേശുമോത്തം. ഞാൻ ഇവിടെ ആദ്യമായിട്ട് ധ്യാനത്തിന് എൻ്റെ വൈഫിൻ്റെ അമ്മയും അനിയത്തിയാണ് വരുന്നത്. അത് ജോഷി എന്നൊരു ബ്രദർ വഴി പരിചയപ്പെട്ടിട്ടാണ് അതിൻ്റെ ഇതിലാണ് അമ്മയും അനിയത്തിയും ആദ്യ ഏകദിനത്തിന് വന്നു. അതിനുശേഷം ബ്രദറിനോട് സംസാരിച്ചിരുന്നു. ബ്രദർ ആ സമയത്ത് കുട്ടിയുടെ മാമോദീസ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് തൊട്ട് ആകെ ഒരുങ്ങി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ധ്യാനത്തിന് വന്നതിന് വേണ്ടിയിട്ട്. അതിനുശേഷം വൈഫിൻ്റെ അമ്മയും അനിയത്തിയും വന്ന് അവർക്ക് ഏകദിനത്തിൽ വന്നു പോയപ്പോൾ തന്നെ അവരുടെ കയ്യിൽ, അതായത് അമ്മയുടെ ഉള്ളം കയ്യിലും അനിയത്തിയുടെ വിരലിലും ഈശോന്റെ രൂപം കാണിച്ചു തന്നു. അപ്പൊ അന്ന് എൻ്റെ വീട്ടിൽ കുറച്ച് പ്രശ്നമൊക്കെ ആയിട്ട് ഞാൻ ടെൻഷൻ ചെയ്യുന്നപ്പോഴത്തേക്ക് ഞാനത് വലിയ മൈൻഡ് ചെയ്യാണ്ട് പോയി. പക്ഷെ അത് മൈൻഡ് ചെയ്യാണ്ട് മൂടിപ്പോയി കിടന്നു. പക്ഷെ കുറച്ച് നേരത്തേക്ക് എൻ്റെ ഉള്ളിൽ നിന്ന് ഈശോനെ ചോദിക്കാൻ തുടങ്ങി, ഞാൻ നിന്റെ അടുത്ത് വന്നിട്ട് നീ എന്നെ മൈൻഡ് ചെയ്തില്ലല്ലോ എന്നൊരു ഇത് വന്നപ്പോഴത്തേക്ക് ഞാൻ ചെന്ന് പ്രാർത്ഥിച്ച് കണ്ട് അനിയത്തിയുടെ കയ്യിലും അമ്മയുടെ ഉള്ളം കയ്യിലും ഈശോന്റെ രൂപം കണ്ട് അന്ന് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്ത് തന്നെയായാലും ധ്യാനത്തിൽ വന്നത് പ്രാർത്ഥിച്ചു. അതിനുശേഷം ഒരു വ്യാഴാഴ്ച കഴിഞ്ഞ മാസം ലാസ്റ്റ് വിളിച്ച് ഞാനും വൈഫും കൊച്ചും കൂടി ഇവിടെ ധ്യാനത്തിന് വന്നു. അന്ന് ബ്രദറിന് ജോസ് ബ്രദറിനെ സംസാരിച്ചിരുന്നു. ബ്രദർ പറഞ്ഞ് നിന്നെ ഈശോന് വേണം, ഈശോ നിന്നെ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട്, നീ ധ്യാനത്തിന് വരണം, ധ്യാനത്തിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞു. അതിനുശേഷം ബോസ്കോ ബ്രദറിന്റെ അടുത്ത് കൗൺസിലിങ്ങിന് വന്നു. അന്ന് വന്നപ്പോൾ എൻ്റെ ലൈഫിൽ വരുന്ന പല കാര്യങ്ങളും ഞാൻ മനസ്സിൽ കൊണ്ടുവന്ന പല വിഷമങ്ങളും എൻ്റെ സാമ്പത്തികമായിട്ടും എൻ്റെ ഉള്ള ഒത്തിരി സങ്കടങ്ങളും കാര്യങ്ങളും ബ്രദർ ഇങ്ങോട്ട് പറഞ്ഞു, ഈശോയിനെ വെളിപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. ധ്യാനത്തിൽ വരാൻ പറഞ്ഞു. ധ്യാനത്തിന് വരാൻ വേണ്ടിയിട്ട് ആ സമയത്ത് എനിക്ക് വരാൻ പറ്റുമെന്നെനിക്ക് ധ്യാനത്തിനുള്ള അടുത്തുള്ള ആഴ്ച വന്ന് എനിക്ക് പിന്നെ ടെൻഷനാണ്. കാരണം എനിക്ക് ജോലി ദൂരെ വിട്ടു, ചങ്ങനാശ്ശേരി വിട്ടു. അവിടെ നിന്ന് വരാൻ പറ്റുന്ന പുതിയൊരു ജോലി വീടിന്റെ പണിയാണ് തുടങ്ങണമെന്നുള്ളത്. അത് വരാൻ പറ്റുമെന്ന് അറിയില്ല. മേസയുടെ അടുത്ത് പറഞ്ഞു എനിക്ക് ലീവ് വേണം, 4 ദിവസം ഞാൻ ഉണ്ടാവില്ല എന്ന്. പുള്ളി മറുത്തൊന്നും, ഞാൻ തിരക്കിട്ട പണിയാണ്, എല്ലായിടത്തും തിരക്കി നിൽക്കുന്നതുകൊണ്ട് ധ്യാനത്തിൽ വരാൻ പറ്റുന്ന സംശയം ഉണ്ടാകും. പക്ഷെ എങ്കിലും ലീവ് ചോദിച്ചപ്പോൾ തന്നെ എൻ്റെ തുടങ്ങി കുഴപ്പമില്ല, പോയിട്ട് വന്നേ വിളിച്ചതെന്ന് പറഞ്ഞു. ഇവിടെ വന്ന് ആദ്യത്തെ ദിവസം തന്നെ ബ്രദർ വിളിച്ചപ്പോൾ തന്നെ മാതാവിന്റെ മണം, ഈ മുല്ലപ്പൂവിന്റെ മണം ഇരിക്കുന്ന സ്ഥലത്തും. പിന്നെ ഇപ്പൊ ഞങ്ങൾ എനിക്ക് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ മറ്റുള്ളവർക്കും ചോദിച്ചപ്പോഴത്തേക്കും വേറെ എല്ലാവർക്കും തന്നെ കിട്ടിയെന്ന് പറഞ്ഞു. ബ്രദർ അടുത്ത ഓൾട്ടറിൽ വിളിച്ചിരുത്തിയാൽ ബ്രദറിന്റെ അടുത്ത് എത്തിയപ്പോൾ ഞാനും ബ്രദറും പിന്നെ വേറെ ചേട്ടനുണ്ട്. അത് കൂടാണ്ട് ഞങ്ങളെ കൂടാണ്ട് വേറെ ആരോ കൂടി അവിടെ നിൽക്കുന്ന ഒരു സമയം പോലും എനിക്ക് തോന്നി. അതിനുശേഷം പ്രാർത്ഥിച്ച് എനിക്ക് അതിനുശേഷം ബ്രദർ പ്രാർത്ഥിക്കുന്ന സമയങ്ങളിലാണെങ്കിലും മാതാവിന്റെ ആ ഒരു രൂപത്തിലേക്ക് നോക്കുമ്പോഴത്തേക്കും മാതാവ് ഫുൾ ടൈം ചിരിച്ചോണ്ടിരിക്കും. അപ്പൊ എനിക്ക് മാത്രം തോന്നുന്നത് അല്ലെങ്കിൽ വേറെ ആയിരിക്കും എന്താ. പക്ഷെ ബ്രദർ ഇന്നലെ പ്രാർത്ഥനിക്കുന്ന സമയത്ത് ബ്രദർ പറഞ്ഞ് മാതാവ് പുഞ്ചിരിക്കുന്നത് കാണാൻ പോകും. മാതാവ് പുഞ്ചിരിക്കല്ല, ഇപ്പോഴും ഞാൻ ഈ സമയത്തും കുർബാന സമയത്താണെങ്കിലും അകത്തേക്ക് നോക്കുമ്പോഴത്തേക്കും മാതാവ് ഇതൊരു നോക്കി ചിരിക്കുന്നത് കാണുന്നു. ഈശോ പിന്നെ എൻ്റെ എനിക്ക് ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു എൻ്റെ അപ്പച്ചൻ്റെ അമ്മ എൻ്റെ കുഞ്ഞിന് കണ്ടിട്ട്. എൻ്റെ അപ്പച്ചൻ്റെ അമ്മ ഒത്തിരി ആഗ്രഹമായിരുന്നു എൻ്റെ കല്യാണം നടന്ന് കാണണം എന്നുള്ളതും എൻ്റെ കുഞ്ഞിനെ കാണണം എന്നുള്ളതും. അമ്മ എപ്പോഴും പറയാം, അമ്മ മരിച്ചത് ക്യാൻസർ ആയിട്ടാണ് മരിച്ചത്. പക്ഷെ 86 വയസ്സുണ്ടായിരുന്നു. ആ സമയത്ത് എപ്പോഴും പറയും നിന്റെ കല്യാണം കാണണം, എനിക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥിക്കാൻ, ഒത്തിരി കഷ്ടപ്പെടണം എനിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ അമ്മ സ്വർഗത്തിൽ എന്നിട്ട് എൻ്റെ കുഞ്ഞിനെ വേണ്ടി പ്രാർത്ഥിക്കുന്നത്, എൻ്റെ കുഞ്ഞിനെ കണ്ട് സന്തോഷിക്കുന്നത്, എൻ്റെ വൈഫിനെ കണ്ട് സന്തോഷിക്കുന്നതൊക്കെ കണ്ടു ഒത്തിരി സന്തോഷമായി. പിന്നെ ഈശോ നമ്മുടെ വീട്ടിലേക്ക് വന്ന് പ്രാർത്ഥന നടത്തിയ സമയത്താണെങ്കിലും പെട്ടെന്ന് ആദ്യം പ്രാർത്ഥിച്ചാൽ കിട്ടുന്നില്ല, എനിക്കെന്തോ തടസ്സമുള്ളത്. പക്ഷെ ഒത്തിരി ഈശോ എന്നൊക്കെ അരഞ്ഞു വിളിച്ച് പ്രാർത്ഥിച്ചു കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് കാണിച്ചത് ഇരുട്ട. അപ്പൊ ഞാൻ ഇരുട്ടാണ് പേടിച്ചു, ഈശോ എന്താണ് ഇരുട്ട്, നീ എൻ്റെ വീട്ടിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് തോന്നി. പക്ഷെ പെട്ടെന്ന് തന്നെ ഒരു നമ്മള് ഇടിമിന്നലൊക്കെ വരുന്ന പോലെ ഇടിമിന്നലൊട്ടും പെട്ടെന്ന് വരുന്ന സംഭവം നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് അതൊരു തീ പോലെ വന്നിട്ട് പെട്ടെന്ന് തെളിഞ്ഞ് കാണുന്നത് എൻ്റെ വീടിന്റെ കാണുന്നത്. മുറ്റത്തേക്ക് ഈശോ വന്നിട്ട് ലെഫ്റ്റ് സൈഡിൽ തറവാടാണ്, അങ്ങോട്ട് നോക്കുന്നുണ്ട്. അന്നേരം നേരെ നോക്കിയിട്ട് ഞാൻ എൻ്റെ വീടിന്റെ സിറ്റൗട്ടിലേക്ക് കയറി. ഈശോ ആദ്യം പോയത് എൻ്റെ അമ്മച്ചിയുടെ മുറിയിലേക്ക്. അമ്മച്ചി എപ്പോഴും ബൈബിൾ വായിക്കും, കൃപാസനത്തിലും പേപ്പറൊക്കെ വായിക്കാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്, കൊന്തയില്ലാറുണ്ട്. അമ്മച്ചിയുടെ മുറിയിലേക്ക് കൂടെ ചെറിയിരുന്ന് അതിന് ഹോളിൽ വന്ന് ഈശോ വീടിന്റെ അകത്തൊക്കെ ഒന്ന് നടന്നിട്ട് പെട്ടെന്ന് പിന്നെ കാണിക്കുന്നത് പുതിയൊരു വീടാണ്. കാരണം ഇപ്പൊ എൻ്റെ വീട്ടിൽ കുറച്ച് സാഹചര്യം ഒത്തിരി ചെറിയൊരു പ്രശ്നത്തിലൊക്കെ നിൽക്കുന്നതാണ്. അപ്പോൾ എനിക്കിപ്പോൾ നിലവിൽ എൻ്റെ ഇപ്പോൾ ഉള്ള വീട് സ്ഥലം അപ്പച്ചൻ ചേട്ടൻ്റെ വീട് കൊടുത്തേക്കണം. ഞാനിപ്പോൾ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട്, പുതിയൊരു ഭവനത്തിനോട് ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട്. ഈശോ എനിക്ക്
ആ സഡൻ നിമിഷത്തിൽ തന്നെ ഈശോ എനിക്ക് കാണിച്ചു തന്നത് പുതിയൊരു വീട്, പുതിയൊരു 2 നില വീടാണ്. എൻ്റെ വീടിന്റെ പരിസരത്ത് തന്നെയാണ്, എൻ്റെ ഇടവകാതിരത്തിൽ. എൻ്റെ ഒത്തിരി ആഗ്രഹമായിരുന്നു എൻ്റെ വീടിന്റെ പരിസരത്ത്, എൻ്റെ ഇടവകാതിരത്തിൽ തന്നെ ഒരു വീട് എനിക്ക് ഒത്തിരി ആഗ്രഹമായിരുന്നു. അത് കാറ് കയറുന്ന വഴിയിൽ തന്നെയുള്ളൊരു വഴിയാണ്. ഈശോ കാണിച്ചു തന്നു. പുതിയ വീട്ടിൽ ഈശോ വന്ന് കയറുന്നതും കാണിച്ചു തന്നു. ഒത്തിരി സന്തോഷമുണ്ട്. കാരണം ഈ ഒരു ധ്യാന കേന്ദ്രത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ, ഈ ഒരു ധ്യാനത്തിന് വന്നില്ലായിരുന്നെങ്കിൽ ഈശോനെ അറിയാനുള്ള ഒത്തിരി വൈകുമായിരുന്നു. കാരണം ഞാൻ വളരെ മോശം സിറ്റുവേഷനിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. സാമ്പത്തികപരമായിട്ടാണെങ്കിലും ആത്മീയതയാണെങ്കിലും വളരെ മോശം സിറ്റുവേഷനിൽ പോയിക്കൊണ്ടിരിക്കുന്നു. പണ്ട് കാലത്ത് ഒത്തിരി ഈശോയ്ക്ക് ഓടി വന്നിട്ടെങ്കിലും, പക്ഷെ അതിനുശേഷം ഇപ്പോഴാണ് ഈശോന് വേണ്ടി ഒത്തിരി ദാഹിക്കുന്നുണ്ട്, ഈശോന്റെ പ്രവർത്തിക്കണം. കാരണം ഈശോ എനിക്ക് ഒത്തിരി ദാനങ്ങൾ തന്നിട്ടുണ്ട്, എനിക്ക് ഒത്തിരി കഴിവുകൾ തന്നിട്ടുണ്ട്. അതെല്ലാം ഈശോന് വേണ്ടി വിനിയോഗിക്കാൻ വേണ്ടിയിട്ട് ആണ് ഈശോന് ഈ ധ്യാനകേന്ദ്രത്തിലേക്കും ഈ ബദൽ ധ്യാനകേന്ദ്രത്തിലേക്കും ബ്രദറിലൂടെയും ഈശോ അനുഗ്രഹങ്ങൾ എനിക്ക് നൽകിയെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. എന്നെക്കൊണ്ടാവുന്ന കാലം മുഴുവൻ ഈശോയ്ക്ക് പ്രവർത്തനം നിർത്താനായിട്ട് ശിക്ഷകളെ ചെയ്യാനായിട്ട് ഒത്തിരി ആഗ്രഹിക്കുന്നു. യേശുവിനെ യേശു ആരാധന.